എന്തൊരു പേടിയാടാ ഇത്? സന്തോഷിക്കാൻ നമ്മള് ഇവിടെ ഐസ് കൊണ്ട് വന്നതല്ല, കൊണ്ട് ചാകാൻ വന്നതാ. അതുകൊണ്ട് നീ വെള്ളം കൊണ്ട് വന്നോടാ? ഇല്ല. കൊണ്ടുവന്നു. ഇറക്കാൻ വെള്ളം കുടിക്കലേ, ഇറക്കാൻ ചത്തുപോകൂടാ. ആര് പറഞ്ഞു? എന്നോട് അമ്മ പറഞ്ഞു നല്ലപോലെ നമ്മൾ വെള്ളം കുടിക്കണം, നമ്മുടെ ശരീരത്തെ അസുഖങ്ങൾ കംപ്ലീറ്റ് മാറുമെന്ന്. അതൊക്കെ ചുമ്മാതാ. എന്റെ മാമൻ പുഴയെ വീണു വെള്ളം കുടിച്ച് ചത്തുപോയി. അതുകൊണ്ട് പറഞ്ഞു വെള്ളം കുടിക്കില്ല, ചത്തുപോകേ. എടാ അത് ഓവറായിട്ട് കുടിച്ചിട്ടല്ലയോ? ഓവറായിട്ടൊന്നും അല്ല, മാമൻ ആവശ്യമുള്ള വെള്ളമേ മാമൻ കുടിച്ചോളൂ. അപ്പൊ നിന്റെ മാമന്റെ അഹങ്കാരം. എന്റെ മാമൻ അഹങ്കാരം അങ്ങനെ നീ പറഞ്ഞു പഠിക്കുന്ന നിനക്ക് അടി കിട്ടും. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കും. അടി കിട്ടുമ്പോ മാറും. ഇനിയും ഞാൻ പഠിക്കും. ഇനി ഞാൻ തന്നെ. ഞാൻ പേന കൊണ്ടുവന്നില്ലടാ. അയ്യോ, എന്താ പറ്റി? പേനല്ല, നീ ഇങ്ങനെ ഹോംവർക്ക് ചെയ്തില്ലേ? ഇല്ല, ചെയ്തില്ല. ഞാൻ ഇന്നലെ ഉത്സവം കാണാൻ പോയടാ. എവിടെ? നിങ്ങളുടെ ഉത്സവമായിരുന്നു? പേന ഉണ്ടോടാ? പേന വേണം. ഇപ്പൊ തൽക്കാലം പറഞ്ഞു ഞാൻ തരാം. ഞാൻ തിരിച്ചു തരാം. തിരിച്ചു തരണം. ഉത്സവത്തിന് പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? ഉത്സവം ഞങ്ങൾ ഗാനമേള കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം 10 മണി ആയെന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ വന്ന് ആമ്പിളൂർ എടുത്തോണ്ട് പോയി. ആമ്പിളി പറഞ്ഞു? എനിക്കറിയാൻ വയ്യേ. എന്തോ ഇടപാടാടാ. എടാ ഞങ്ങളെ അച്ഛൻ മറ്റന്നാൾ പോവാ ഗൾഫിൽ. ഗൾഫിൽ പോവാന്നോ? പോടാ. ഏത് പ്ലെയിന്? മേളിൽ കൂടെ പോന്നേനെ. അതല്ല, പ്ലെയിന്റെ പേര് പറ. എയർ ഇന്ത്യ. അത് ഏതിന്റെ ആണെന്ന് ഞാൻ ചോദിച്ചേ. ഏതിന്റെ ആണല്ല? എയർ ഇന്ത്യ. ആണോ? എയർ ഇന്ത്യ. അതൊരു ഫ്ലൈറ്റാ. അത് ഞാൻ പോകുന്നത്. ഞാൻ നാളെ സ്കൂളിൽ വരത്തില്ല. നീ എന്തെടുക്കാൻ പോ? ഞങ്ങളെ അവിടുത്തെ റബ്ബർമാരെ മൊത്തം മുറിച്ചിട്ട് ഇപ്പം തെങ്ങ് നടാൻ പോകും. തെങ്ങെന്തില്ല നടന്നേ? റബ്ബർ മുറിച്ചിട്ട്? അല്ല, പാലിന്റെ ആവശ്യം വന്നോളൂ, അതുകൊണ്ടാ. എടാ റബ്ബറിനകത്തല്ലേ പാല് വരുന്നേ? തേങ്ങാപ്പാലിന് എന്താ ചെയ്യും? അത് ശരി, അതും തേങ്ങാപ്പാലും അതിനും തെങ്ങ് വേണമല്ലോ. ഞാനൊരു കാര്യം എന്നോട് പറയാൻ പറഞ്ഞു. എന്താ? ഇന്നിവിടെ പഠിപ്പിക്കാൻ വരുന്ന ആരാന്നറിയോ? ആനി. അവള് ടീച്ചർ വിളിച്ച് പറഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക. ഇന്ന് ടീച്ചർ വരത്തില്ല, അപ്പം നീ പഠിപ്പിച്ചോണമെന്ന് നമ്മളെ കൂടെ. ഇന്ന് നമ്മളെ തല്ലി കൊല്ലു വന്നു. എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചു വരുന്നുണ്ട്. കൊണ്ടുവന്നെങ്കിലേ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഫോൺ ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടുവന്നു. ഗുഡ് മോർണിംഗ് പറയല്ലേ? എന്റെ കാര്യം ഞാൻ പ്രത്യേകം ടീച്ചറിനോട് വിളിച്ച് പറയും. അഖിലിന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. നീ എന്താ പറഞ്ഞെന്നോ? കഴിഞ്ഞ ദിവസം നീ എന്നെ മരമാക്രീന്ന് വിളിച്ചില്ലേ? അത് ഞാൻ പറഞ്ഞു ടീച്ചറിനോട്. ഇഷ്ടമുള്ളത് കൊണ്ടാടി. അങ്ങനെയാണെങ്കിൽ നിന്റെ അപ്പുറം സുനീഷിന്റെ കാര്യവും ഞാൻ പറയും. സുനീഷിന്റെ കാര്യം പറയാൻ അപ്പുറത്തെ ബിന്ദുജയുടെ കാര്യം ഞാൻ പറയും. ബിന്ദുജയുടെ കാര്യം നീ പറയോ? 10 സീല ബിന്ദുജയുടെ കാര്യം ഞാൻ പറയോ? പറയും. സത്യം. അതിന് സുനീഷിന്റെ കാര്യം ആര് പറയുന്നു? ഒരു കാര്യം. എന്തുവാ? ഹലോ ടീച്ചറെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവന്മാരെ എഴുന്നേറ്റില്ലായിരുന്നു ടീച്ചറെ. ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. ടീച്ചർ പറഞ്ഞു ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞു. എഴുന്നേറ്റ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നീയും പറഞ്ഞില്ല. ആദ്യം ഹാജരെടുക്കുവന്നേ. സാധിക്കില്ല. ഞാൻ ഹാജരെടുക്കുന്ന നിനക്ക് എന്തോ സാധിക്കാതിരിക്കാൻ? ഇവിടെ ഇരിക്കുന്ന സാധിക്കില്ലയോ? സാധിക്കില്ല. ഓക്കെ. പ്രതിഭ. നീയാണോ പ്രതിഭ? ഈ സ്കൂളിലെ പ്രതിഭ ഞാനാ. ബെഞ്ചിരിക്കുന്ന പ്രതിഭ എന്തിയേ? അവൻ വന്നില്ല. വന്നില്ല. എന്നാ അത് പറ. നെഞ്ചത്ത് പേപ്പി. രഞ്ജിത്ത് പേപ്പി വന്നില്ല. എടാ 4ാമത്തെ ബെഞ്ച് 3ാമത് ഇരിക്കുന്നവന് അതാരാടാ? ഒന്ന് പറയാമോ? എന്തോ കാണിച്ചേ. അതാരാ? വായിച്ചേ. പ്രഹ്ലാദൻ. അതുപോലും വായിക്കാൻ അറിയത്തില്ല. അത് എനിക്ക് കിട്ടത്തില്ല ഇടയ്ക്ക്. അല്ല കിട്ടത്തില്ല. അനന്തു. പിന്നെയാടാ ചെറുക്കാൻ ഞാൻ ഒരു അടിയായിട്ട് ടീച്ചർ ആബ്സെന്റോ? ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തുവാ പറയട്ടെ? ഇവിടെ വന്നിട്ട് പ്രസന്റ് എന്ന് പറഞ്ഞേ. പ്രസന്റ്. അഖിൽ ആയും വിളിച്ചിരുന്നോ നീയാ? പ്രസന്റ് വല്ലാത്തൊരു എന്നെ ഒരു നീ എളുപ്പം പഠിപ്പിക്കില്ല. അഖില ഇരുന്ന് എടാ അടിക്കാൻ സമ്മതിക്കല്ലേടാ. ഈ പേരൊന്ന് വായിച്ചേ. ഏത്? ഇത് നീയല്ലേ? ആ പേരൊന്ന് വായിച്ചേ. അനി മേരി സിസ്റ്റോ വർഗീസ്. പ്രസന്റ്. ഞാൻ വായിച്ചേ. അതെന്റെ പേര് ഞാൻ തന്നെ വായിക്കും. ഒരു ഗ്രൂപ്പില്ല, അതുകൊണ്ട് വായിപ്പിച്ചാ കൊള്ളാം. അടുത്ത ക്ലാസ് തുടങ്ങുവാന്നേ. ആദ്യം കണക്ക്. 2ന്റെ പട്ടിക പറയാകില്ലേ? 2ന്റെ പട്ടിക? 2 തെറ്റിച്ച പറഞ്ഞ 2 കാല്. 2 കാലോ? അല്ല 2 4 3 2 6 4 ഞണ്ട്. 4 ഞണ്ടോ? ചെറുക്കൻ എന്തോ പറയുന്ന ഇത്? എന്തുവാടാ? 4 2 4 2 8 I2 10 I2 10. ബാക്കി അവൻ പറയും. ഹലോ ടീച്ചറെ, അഖില് പട്ടിക തെറ്റിച്ചോല്ലേ? അടിക്കാനോ? കൈ നീട്ടോ വെച്ചോ. പിന്നെ ഇങ്ങോട്ട് പിടി. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. 5ന്റെ പട്ടികകളുടെ എഴുന്നേറ്റ് അനന്തു. വേറെ പണിയില്ല. 5 ഞാൻ ടീച്ചറെ വിളിക്കും. വിളിക്കല്ലേ? ഞാൻ ചൊല്ലാം.
ഒരഞ്ചഞ്ച് ഈരഞ്ച് 10 മൂഞ്ച് 15 എന്തോ പറഞ്ഞേ? 5 മൂഞ്ച് 15 15 4 5 20 5 25 ഓറഞ്ച് 30 ആപ്പിൾ 67 മുന്തിരി 38 ഇതെന്തോടി പറയുന്നത്? എന്തോടാ പറയുന്നത്? ചെറുക്കാ ടീച്ചറെ വിളിക്കല്ലേ? ടീച്ചറെ വിളിക്കട്ടെ? വേണ്ട 5 40 ഓംലേറ്റ് 5 ഓംലേറ്റ് 5 55 65 70. ഇപ്പൊ ഞാൻ ടീച്ചറെ വിളിക്കാം. ഞാൻ കണ്ടോ, ടീച്ചറെ വിളിച്ചോളാം, പിന്നെ വിളിച്ചോളാം. അടുത്തത് ചോക്ക് എന്തേടാ? സ്റ്റോക്കോ? ചോക്കല്ല, ചോക്ക്. ഞാൻ ബോർഡിൽ ഒരു കണക്ക് എഴുതും, അത് നിങ്ങൾ വന്ന് എഴുതണേ. കണക്ക്? നിനക്കതിന് കണക്കറിയോ? മുല്ലപ്പൂ പറഞ്ഞു നെഞ്ചത്ത് വീണേനെ. 10 1 പോയാ എത്ര? വാ അഖില വാ, ചെയ്ത് കാണിക്ക പെട്ടെന്ന് 10 1 പോയാല് അവനൊക്കെ കണക്കൊക്കെ പഠിച്ചിട്ടുള്ള 10 1 പോയാൽ എന്തുവാടാ അത്? 10 1 പോയ 0. 10 1 പോയ 0. നീ ചെറുക്കൻ എന്തുവാ? ചെറുക്കൻ 9 പോയിരിക്കോ? നീ വന്നേ. അനന്തുവാ ഞാൻ വരത്തില്ല. ടീച്ചറിനോട് വിളിച്ചോളേ. കണക്കേ ഏത് കണക്ക്? ഞാൻ പറയാം. 67 അങ്ങോട്ട് എഴുതാ. 67 എഴുതിയിട്ട് എന്റെ എടുക്കാൻ ഞാൻ എഴുതാ. 60 പിന്നെ വൈകിട്ടലക്കാൻ ആര് പഠിപ്പിച്ചേടി? 67 67 49 പോയാൽ എത്രടാ? 49. അത് കുറയ്ക്കേ. കുറയ്ക്കാനോ? ആ ഇത് ശരിയാകത്തില്ലല്ലോടി. ഇത് ശരിയാകത്തില്ല. അതെന്തുവാ ശരിയാകാതിരിക്കാൻ? ഇവിടുന്ന് ഇത് പോകത്തില്ലല്ലോ. അവിടുന്ന് 2 കടമേട്. കടത്തിന്റെ പരിപാടി ഞാനില്ല. അന്നാലും വീട്ടിൽ കടവാ. വേറെ പണി നോക്ക്. എന്നോട് പറഞ്ഞിട്ടുണ്ട് കണക്ക് ചെയ്യാനാ പറഞ്ഞേ. കടത്തിന്റെ ഒരു കേസും എടുക്കേണ്ടത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ എന്നാലും ഞങ്ങൾ അച്ഛനും പോലും ഓടില്ല. അടുത്തത് നിങ്ങളുടെ കഴിവ് പരീക്ഷിക്കണമെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പടം വരയ്ക്കത്തില്ലയോ? ഞാൻ വരയ്ക്കും. അപ്പൊ ഞാൻ പറയുന്ന പടം ഇവിടോട്ട് വരയ്ക്കേ. കേരവൃക്ഷം വരയ്ക്കും. കേരവൃക്ഷം? അത് ഞാൻ പൊളിച്ചടുത്ത് പെട്ടെന്ന് വരയ്ക്കണം. കേരവൃക്ഷം. അഖിലേ, നിന്റെ കാര്യമില്ല. നീ ചെറുക്കൻ എന്തോ കാണിക്കുന്നത്? ചെറുക്കൻ നല്ല തല്ലി ഞാൻ തരും കേട്ടോ. സോക്ക് എടുക്കല്ലേ കേട്ടോ. ടീച്ചറെ വിളിച്ചാൽ പറയും. എന്തുവാ? നീ ഒന്നുകൂടെ കാണിച്ചടാ. ഒന്നുകൂടെ കാണിച്ചത്. എന്താ കാണിച്ചേ? ഞാൻ എന്താ ചുണ്ട് കടിച്ചതാ ഞാൻ. ആള് കൊള്ളാലോടി. വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തുവാടാ? ഏതാ? അത് കേര മറ്റേ വൃക്ഷം. കേര വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാമോ? തെങ്ങ്. തെങ്ങോ? കേര വൃക്ഷം എന്ന് പറഞ്ഞാൽ തെങ്ങ്. ചെയ്തേക്കുന്നേ. ഞാൻ പറയാം കേരവൃക്ഷം. ഒരു പാവപ്പെട്ട കർഷകന്റെ വീട്. പടം മാറ്റി. ഒരു പാവപ്പെട്ട കർഷകന്റെ വീട്. ആ വീടിന്റെ മുറ്റത്ത് കർഷകൻ നിൽക്കുന്നു. അപ്പൊ ഒരു ബാങ്ക് മാനേജർ പൈസ വാങ്ങിക്കാൻ വന്ന് അവരുടെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്ന കാറില്. ഏറ്റ പടവാന്നല്ലോ. ഏറ്റ പടവാ. പെട്ടെന്ന് വരയ്ക്കേ. വരച്ചാണ് കാണട്ടെ. കർഷകനെ ബാങ്ക് മാനേജർ. അറിയാടി. കൊള്ളാം. അടിപൊളിടാ. വീട് വരാം. കൊരപ്പ് അടിപൊളിയാ. പാവപ്പെട്ട കർഷകന്റെ വീടാ. പുസ്തകത്തിന് കൈയെടുക്കുക. ഓൾറെഡി വരച്ചു വെച്ചേക്കുന്നു. ഇതെന്തുവാ? പാവപ്പെട്ട കർഷകന്റെ വീട്. കർഷകൻ എന്ത് ഇവിടെ നിൽക്കുന്നത്? അത് ബാങ്ക് മാനേജർ കാറിൽ നിന്ന് ഇറങ്ങാത്തോണ്ട് കർഷകൻ ഇറങ്ങിയില്ല. ഇപ്പം ബാങ്ക് മാനേജർ കാറിൽ നിന്ന് ഇറങ്ങി. കർഷകൻ ഇറങ്ങാത്തോണ്ട് ബാങ്ക് മാനേജർ ഇറങ്ങിയില്ല. അടുത്തത് മലയാളത്തിലെ കുറെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുവാണേ. നോക്കടാ നിന്നുടെ മാർഗെ കിടക്കുന്നു, മർക്കടാ നീ അങ്ങ് മാറിക്കിടച്ചിടാ. എന്തോ ഇടപാടാണ് ഇത്? ഞാൻ ചോദ്യം പറഞ്ഞ ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ഇത് നീ ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞു. അതല്ല ഞാൻ ചോദ്യം ചോദിച്ചത്. അത് ആരോട് ഇപ്പൊ പറഞ്ഞത്? അത് പറയടാ. നല്ല പണിയും കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ട് അമ്മയെ മാറ്റി നിർത്തി എന്തോ പറയുന്ന കേട്ടു. നീ ഇതാണോ? നിങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമല്ലെന്ന് ഇത് ഞാൻ ചോദ്യം ചോദിച്ചതാ. എനിക്ക് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ അത് ഞാൻ. അടുത്തത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവ് MN നമ്പ്യാരി. എന്നിട്ട് പറയാ MN നമ്പ്യാരല്ല കറക്റ്റ് ഉത്തരം പറഞ്ഞു. കുമാർ തെറ്റിക്കാതെ. കുഞ്ചൻ കറക്റ്റ് കറക്റ്റ് ഇരിക്കട്ടെ. ഇഞ്ചൻ ബാക്കി തീർത്ത് പറയാതെ. സിനിമ നടൻ കുഞ്ചൻ. കൈ നീട്ട കൈ. സിനിമ നടൻ ഞാൻ ടീച്ചറെ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തരും. ചോദ്യം. അടുത്തത് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന പ്രദേശം. ആൽക്കഹോൾ പ്രദേശം. ആൽക്കഹോളോ? മധ്യപ്രദേശ്. മദ്യം എന്ന് പറഞ്ഞാൽ എന്തോ ആൽക്കഹോൾ അല്ലയോ? കണ്ടുപിടിച്ചല്ലോടാ. നദിയില്ലാത്ത രാജ്യം. അനന്ത് പറയടാ. വത്തിക്കാൻ. എടാ അവിടെ വത്തിക്കാൻ ഒരു പുഴ പോലും ഇല്ല, അതായി ചോദിക്കുന്നേ. വത്തിക്കാൻ അത് കറക്റ്റ് ആണേ. നദിയിലെ വെള്ളം പറ്റിക്കാൻ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം
108. ആ അത് അസ്ഥയ്ക്ക് എന്തെങ്കിലും കേട് വരുമ്പം. ആംബുലൻസ് വിളിക്കുന്നത് 108. പിന്നെ എത്ര? 206 എല്ലുകളുണ്ട്. 206. ആ അതും മറക്കരുത്. എനിക്കറിയാം ഏതെങ്കിലും ഒരു സംഖ്യയെ വരത്തുള്ളൂ. അടുത്തത് ചരിത്രം പറയട്ടെ. അത് ഐഡിയ അതിവിടെ വളം വേണോ? നിന്റെ ചരിത്രം എന്തിനാ ഇവിടെ പറയാ? എന്റെ അല്ലെന്ന് ഹിസ്റ്ററി പറയട്ടെ ഞാന്. ഹിസ്റ്ററിയോ? പറ. ഓമനത്തിങ്കൾ കിടാവോ ഹിസ്റ്ററിയാ. ആ കൃതി ആരുടെയാ? കിടാവോ അല്ലേ? അപ്പൊ ആ തള്ളപ്പശുവിന്റെ ആകൃതി ആയിരിക്കും. എടാ ആ കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രചിച്ചത് ആ കൃതി ആരുടെയാണ്? ആ കൃതി ആരെയാണ്? ആ എന്റെ പൊന്നച്ഛനെ എനിക്കറിയത്തില്ല. അറിയത്തില്ല. എങ്കിലിരിക്കെ. ആ അഖിലേ, SK പൊറ്റക്കാട് ആരാണ്? 24 രാവിലെ ഗുഡ് മോർണിംഗ് വാർത്ത വായിക്കുന്ന ആള്. അയ്യോ അത് ശ്രീകണ്ഠൻ സാർ അത്. SK പൊറ്റക്കാട് ആരാന്ന് ചോദിച്ചത് അവനോട്. കാലവർഷം എന്നാലെന്താ? വർഷത്തിൽ ഒരു വട്ടം കാലം വരുന്നതിനാണ് കാലവർഷം എന്ന് പറയുന്നത്. ഹലോ ഞാൻ മാറ്റി പറയാടി. വേണ്ട ടീച്ചറെ, അഖിലെ തെറ്റിച്ച് പറയുക. ആ തുടക്കോ? ആ തുടക്കി കൊടുക്കാൻ. ഇറങ്ങി വാ. ഇറങ്ങി വാ ടീച്ചറെ. അവൻ ഇറങ്ങി വരുന്നില്ല. അവൻ ആ ഡാഡിന്നോ? ഞാനിപ്പം ടീച്ചറിന്റെ സ്ഥാനോ? ടീച്ചറിന് പറഞ്ഞ അമ്മയുടെ സ്ഥാനത്താ. പോയിരിക്കും. പടിയൊക്കെ സംഘടിപ്പിച്ചു. മാസ്കോടെ ഗമ കാലുകുത്തിയ വർഷം. അശോ 1900. അത് മൊത്തത്തിൽ ഇങ്ങോട്ട് പൊങ്ങത്തില്ലേ? 1900. 1943. നിനക്കറിയോടാ? 4. ടീച്ചറിനോട് വരും. നിനക്കറിയോ? അന്ന് നീ പറ. നിനക്കറിയാമോ? എനിക്കറിയത്തില്ല. നീ പിന്നെ എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ വരുന്നേ? പിന്നെ 24-ാം തീയതി സുഗമ ഹിന്ദി പരീക്ഷയുണ്ടേ. അത് എഴുതി നോക്കണം. സുഖമാണെങ്കിൽ ഹിന്ദി പരീക്ഷ. എടി ആനി, എടി ഉച്ചക്ക് എന്തുവാടി? കഞ്ഞിയും പയറും. എടി നിന്റെ ഉച്ചയ്ക്ക് എന്ത് വന്നു? പൂവ്. മുല്ലപ്പൂ. അത് കിടക്കുന്ന കണ്ടോ? എടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ. അവളെ ഞാൻ ഫോണെടുത്ത് ഇവിടെ ഫോണെടുത്ത് നീ ടീച്ചറിനോട് ചോദിച്ചേ. ടീച്ചർ പറഞ്ഞായിരുന്നോ, പഠിപ്പിക്കാൻ പറഞ്ഞായിരുന്നോ എന്ന് വിളിച്ചു ചോദിക്കേ. വിളിച്ച് आपका मौजूदा बैलेंस इस कॉल के लिए नाकाफी है. എന്തോ പറ്റി? ബാലൻസ് ഇല്ല. അപ്പൊ അവൾ ഇത്ര നേരം നമ്മളെ പറ്റിക്കുമായിരുന്നു. ഓടാ ബാലൻസ് ഇല്ല. അനങ്ങണ്ടെങ്കിൽ വരട്ടെ. അവളിപ്പോ വരും. ഇന്ന് അവക്ക് ഇന്ന് ഓണമായി. ഓടിവാ. പിന്നെ ടീച്ചറിനെ ഒന്ന് വിളിക്കട്ടെ. എനിക്ക് അടിക്കാനൊക്കെ തോന്നുന്നു നിങ്ങളെ. ഞാൻ വിളിക്കട്ടെ. എന്തോലും ചോദ്യം ചോദിക്കണോ? ഇത്ര നേരം ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. നീ പറ്റിച്ചെന്നു. അതിന് പൈസ ഇല്ലായിരുന്നല്ലോ. ഈ ഫോണില് അതിനകത്ത് പൈസയുണ്ട്. എന്റെ ഞാനില്ലാത്ത സമയത്ത് എന്റെ ഫോൺ എടുക്കാൻ ആര് പറഞ്ഞു? ഇവിടെ നമുക്ക് എന്തോ ചെയ്യണം? ഫോൺ